നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് കേരളം അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ സെയ്ഷെൽസിൽ ഗംഭീര സ്വീകരണം. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കരാറുകൾ ഇവ ശക്തിപ്പെടുത്തുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന നടപടിയോട് യോജിപ്പില്ല എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിലപാട് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതിക്ക് എതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസത്തെ LDF പിന്തുണയ്ക്കില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി വി ജോയി MLA അറിയിച്ചു. നെടുമ്പാശ്ശേരിയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട മുഖ്യ സൂത്രധാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈ മൊഹറം ഘോഷയാത്രയിൽ കൂട്ടക്കൊലയ്ക്ക് ശ്രമം. പൂന സ്വദേശി ഫയാസ് പ്രേംജി എന്നയാളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 ലക്ഷം പേരെ കൊല്ലുക എന്നതായിരുന്നു ഫയാസിന്റെ ലക്ഷ്യം. പാലക്കാട് DMO ഡോക്ടർ TV റോഷ്നിയെ സ്ഥലം മാറ്റി. പാലക്കാട് ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു എന്ന മന്ത്രി K മുരളീധരന്റെ പ്രസ്താവന തിരുത്തിയതിനാണ് ഡോക്ടർ TV റോഷ്നിയെ സ്ഥലം മാറ്റിയതെന്ന് ആരോപണം. സംശയിച്ച രോഗിക്ക് പരിശോധനയിൽ കോളറ ഇല്ലായിരുന്നു എന്നതാണ് DMOയുടെ തിരുത്തലിന് കാരണമായി പറയുന്നത്. വൈദ്യുതി മുടക്കം ഒഴിവാക്കാനായി കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള KSEB അപേക്ഷ നാളെ സർക്കാർ പരിഗണിക്കും. ഇപ്പോൾ വൈദ്യുതി മുടക്കം പകലും രാത്രിയും പതിവായിട്ടുണ്ട്. തൃശൂർ വിയ്യൂർ ജയിലിന് മുകളിലൂടെ വലിയ ഡ്രോൺ പറന്നു എന്ന വാർത്ത നിഷേധിച്ച് പോലീസ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ലക്ഷ്യമാക്കി താഴ്ന്നു പറന്ന വിമാനമാണിതെന്ന് അന്വേഷണത്തിന് ശേഷം പോലീസ് പറഞ്ഞു. തൃശൂർ മുള്ളൂർക്കരയിൽ 4 പേർക്ക് തെരുവ് നായയുടെ ആക്രമണത്തിൽ കടിയേറ്റു. പരിക്കേറ്റവരെ അടുത്ത ആശുപത്രിയിൽ ചികിത്സയിലാക്കി. മൂന്നാറിലെ അപകട യാത്രയിൽ 6 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കർശന നടപടികൾ തുടരുമെന്ന് MVD അറിയിച്ചു. വയനാട് പൂമല സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ലീബയെ പോലീസ് പിടികൂടി. ഹേമചന്ദ്രനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി വിളിച്ചു വരുത്തിയത് ലീബയായിരുന്നു. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയാണ് ലീബ. PSCയിലെ ഉന്നതർക്കെതിരെ അതീവ ഗുരുതര ആരോപണങ്ങൾ. INPRDക്ക് വേണ്ടിയുള്ള AIO, പ്ലാനിംഗ് ബോർഡ് ചീഫ്, DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ വളരെ തരംതാണ ഇടപെടലുകൾ നടന്നുവെന്നും ഇടത് അനുകൂല അനർഹർക്ക് നിയമനം നൽകിയെന്നുമാണ് പരാതി. ഉത്തരപേപ്പർ പരിശോധനയിൽ കുറ്റകരമായ അനാസ്ഥ മനഃപൂർവ്വമുണ്ടാക്കി. ഇഷ്ടക്കാരെ സഹായിക്കാൻ അതിവേഗ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നും ആരോപണമുണ്ട്. ബ്രാഹ്മണ സമുദായത്തിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പുകാർ സമുദായത്തെ അധിക്ഷേപിക്കുന്നു എന്ന് പന്തളത്ത് കൂടിയ യോഗക്ഷേമ സഭ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു. നമ്പൂതിരി, പോറ്റി, ഭട്ടതിരി തുടങ്ങിയ സമുദായ പേരുകൾ പേരിനോടൊപ്പം ചേർത്ത് ആർക്കും തട്ടിപ്പ് നടത്താവുന്ന മോശം കാലത്തിലാണ് സമുദായ അംഗങ്ങൾ ജീവിക്കുന്നതെന്ന് സമ്മേളനം ആരോപിച്ചു. അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തത് പിടിച്ചു നിൽക്കാനാവാത്ത സാമ്പത്തിക ബാധ്യതയിലെന്ന് റിപ്പോർട്ട്. പാലക്കാട് നെന്മാറ നാരായണൻ, ഭാര്യ വിജിമോൾ, 7ഉം 2ഉം വയസ്സുള്ള കുട്ടികൾ എന്നിവരാണ് ജീവനൊടുക്കിയത്. ചെറുവട്ടൂരിൽ വാടക വീട്ടിലാണ് 45-കാരനായ നാരായണനും കുടുംബവും താമസിച്ചിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പുഴയിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു കുടുംബം. തിരുവനന്തപുരം നഗരസഭാ പരിധിയായ മണ്ണന്തലയിലും പരിസര വാർഡുകളും വൈദ്യുതി നിലയ്ക്കുന്നത് പതിവാകുന്നു. പകലും അർദ്ധരാത്രിക്ക് മുമ്പും ശേഷവുമെല്ലാം വൈദ്യുതി മുടങ്ങുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കൂടുതൽ അറിയേണ്ട വാർത്തകൾ അടുത്ത ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിൽ കേൾക്കാം. നന്ദി, നമസ്കാരം.